നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിനു ശേഷം ജനങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ കറുത്ത വസ്ത്രം ധരിച്ച് ആരെയെങ്കിലും കണ്ടാൽ പോലീസ് അപ്പോൾ പൊക്കി അകത്തിടും. നവകേരള സദസ്സിൽ ബസ് പോകുന്ന വഴിയിൽ കറുത്ത ചുരിദാർ ധരിച്ചു നിന്നതിന് പത്തനാപുരം സ്വദേശി അർച്ചനയെ പോലീസ് 7 മണിക്കൂർ കസ്റ്റഡിയിലെടുത്തിരുന്നു. മൗലിക അവകാശം ലംഘിച്ച് എന്നാരോപിച്ച് അർച്ചന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ കറുപ്പിനോട് സർക്കാരിന് താല്പര്യക്കുറവില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കറുത്ത വസ്ത്രത്തോടുള്ള അലർജി കേരളം മുഴുവൻ പാട്ടാണെങ്കിലും ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇതൊരു പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്ക് കറുത്ത കളർ ഓവർകോട്ട് വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 188 കറുത്ത ഓവർകോട്ടാണ് വാങ്ങിയത്. കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ 188 ഓവർകോട്ടിന് 96,726 രൂപയാണ് വില. പണം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകി പുതുവർഷ ദിനം ഉത്തരവും ഇറക്കിയിരുന്നു. ഒരു ഓവർകോട്ടിന് 514 രൂപയാണ് വില. കറുത്ത ഓവർകോട്ടും അണിഞ്ഞ് സെക്രട്ടേറിയറ്റ് വൃത്തിയാക്കാൻ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങിയാൽ പ്രതിഷേധമാണോ എന്ന് പോലീസോ പിണറായിയോ തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്കയിലാണ് ശുചീകരണ തൊഴിലാളികൾ. അതിനിടെ കറുത്ത കളർ മാറ്റാൻ പോലീസ് റിപ്പോർട്ട് നൽകുമോ എന്ന സംശയവുമുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിൽ കടന്നുകയറാൻ സാധ്യതയുണ്ട്. ഇത് തിരിച്ചറിയാൻ കോർട്ട് വിനയാണ്. കറുത്ത ഓവർകോട്ട് വാങ്ങാൻ ഉത്തരവിറക്കിയ അഡീഷണൽ സെക്രട്ടറി CPM-ന്റെ സംഘടനാ നേതാവ് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ കരുതി കറുത്ത ഓവർകോട്ട് മാറ്റാൻ തീരുമാനിച്ചാൽ ഖജനാവിൽ നിന്ന് ഓവർകോട്ട് വാങ്ങാൻ വീണ്ടും 96,726 രൂപ കൂടി ചെലവിടേണ്ടി വരും. അതും അധിക ചെലവാകും. ഏതായാലും 2 തവണ കൈത്തറി കോർപ്പറേഷന് പണവും കിട്ടും. അതിനുള്ള തന്ത്രമാണോ കറുത്ത കോട്ടെന്ന സംശയവും സജീവമാണ്. നവകേരള ബസ്സിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കറുത്ത വസ്ത്രം അണിഞ്ഞുള്ള പ്രതിഷേധം കണ്ട് ഞെട്ടിയ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ 188 ജീവനക്കാർ കറുത്ത ഓവർകോട്ട് അണിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടാൽ എങ്ങനെയാവും പ്രതികരണമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. കേരളത്തിൽ ഒരിടത്തും ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത വസ്ത്രം നൽകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ തൊഴിലാളികൾക്ക് കറുപ്പ് വസ്ത്രം നൽകുന്നു എന്ന സംശയവും ചർച്ചയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.